ഒരു ക്ലയൻറ്റ് എങ്ങനെയാണ് കൊട്ടേഷൻ റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു സാധനം. കാരണം ഒരു 5 ആൾക്കാരിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻ എടുക്കാതിരിക്കുക. 5 ഇവൻറ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻ എടുക്കുക. ഏറ്റവും സെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതിനുള്ള കൊട്ടേഷനാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 5 ലിസ്റ്റും വെക്കും. ഇതിലേറ്റവും വില കുറവ് ഏതാണ്, ആ വില കുറവ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് സർവ്വസാധാരണ പതിവ്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുക, പറ്റ കുറഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ സർവീസാണ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു പക്ക ഒരു പ്രീമിയം ഇല്ല, സ്റ്റാൻഡേർഡ് ഇല്ല, നമ്മൾ കൊടുക്കുന്ന സംഗതികൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ, ഒരു ക്വാളിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുക. ആ സാധനം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം, നമ്മൾ ആദ്യത്തെ ഇൻവെസ്റ്റാണ്, നമ്മളെ കുടുംബക്കാരിൽ നിന്ന് നല്ല പേര് കേൾക്കേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും അവരവരുടെ വീട്ടിൽ പോയിട്ട്, നമ്മുടെ അതിഥികൾ അവരുടെ വീട്ടിൽ പോയിട്ട് അത് സംസാരിച്ച് ചർച്ചയാക്കേണ്ട പരിപാടി ആയിരിക്കണം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അത് നമ്മൾ ചുരുങ്ങിയ ലെവലിൽ ചെയ്യുന്ന ഒരു ഈവൻ്റ് കമ്പനിക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് നമ്മളെ പ്രോഗ്രാമേ ഫ്ലോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 ടീമിൻ്റെ കൊട്ടേഷൻ വാങ്ങിയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പം അത് നോക്കി അവരോട് സംസാരിച്ച് അവരായിട്ട് ഇരുന്നിട്ട് വേണം ക്ലയൻറ്റ് തീരുമാനം എടുക്കാൻ. തീരുമാനം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലയൻറ്റ് പെട്ടെന്ന് തന്നെ ഈവൻറ്റ് കമ്പനിയുമായിട്ട് പറയണം, നിങ്ങൾ ഞങ്ങൾക്ക് സൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും തുറന്നു പറയണം. അല്ലാത്ത ഈവൻറ്റ് കമ്പനി, ഇപ്പം ബാക്കി 4 പേരെ നമ്മൾ അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടിരിക്കുകയാണ്, ഒരാളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ 4 പേരോടും പറയണം, ഞങ്ങൾക്ക് നിങ്ങളായിട്ട് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഈവൻറ്റ് കമ്പനിയുമായിട്ട് നമ്മൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സേവനം ഇതുവരെ സഹകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം ലാസ്റ്റ് അവസാനം പിരിച്ചു വിടാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മളെ ഒരു കുറച്ച് കാലം മുന്നേ, ആരെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, നമ്മൾ വിളിച്ച് സംസാരിച്ച് വർക്ക് ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കൺഫേം വരെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്നല്ല, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ലയൻറ്റിനെ നിരന്തരമായിട്ട് വിളിച്ചിട്ടും ക്ലയൻറ്റ് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റിൻ്റെ ഫോണിലെ സ്റ്റാറ്റസാണ് ഞങ്ങൾ കാണുന്നത്, ക്ലയൻറ്റിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും നിർത്തരുത് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.